ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു ദോശ റെസിപ്പിയാണ്. ഉഴുന്നില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞ് പോലത്തെ നല്ലൊരു ദോശ റെസിപ്പിയാണ്. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കാം. ഈ ഒരു ദോശ തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിൽ ഇതുപോലൊരു 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂറിന് ശേഷം ഈ പച്ചരി നമുക്ക് എടുത്ത് നോക്കുമ്പോൾ നല്ലോണം കുതിർന്ന് നല്ല പോലെ റെഡിയായി കിട്ടിയിട്ടുണ്ടാവും. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് കുതിർത്ത് വെച്ചിരുന്ന വെള്ളത്തോടു കൂടി തന്നെ പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചരി എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1 കപ്പ് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് പച്ചരിക്കാണ് 1 കപ്പ് ചോറിട്ട് കൊടുത്തത്. ദോശയ്ക്കായാലും അപ്പത്തിനായാലും ഇഡ്ഡലിക്കായാലും നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് വ്യത്യാസം വന്നാൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിൽ കിട്ടത്തില്ല. ഇനി ഈ ജാറിൽ പച്ചരി കുതിർത്ത് വെച്ചിരുന്ന വെള്ളത്തോടു കൂടിയാണ് ഇട്ട് കൊടുത്തത്. അത് പോരാ, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത പച്ചരിയുടെയും ചോറിൻ്റെയും അതേ ഒപ്പം തന്നെ വെള്ളവും നിൽക്കണം. ഇനി ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി അരച്ചെടുത്ത മാവിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. മാവ് മുഴുവനായും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കപ്പ് അളവിൽ 1 കപ്പ് മാവ് എടുത്തുകൊണ്ട് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം. പാൻ നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വേണം വെച്ചിരിക്കാനായിട്ട്. എണ്ണയോ ഓയിലോ ഒന്നും പുരട്ടാതെ വേണം മാവ് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഈ മാവിനെ ഇളക്കി കൊടുത്തുകൊണ്ട് മാവൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് പാത്രത്തിലായാലും അതല്ല വേറെ ഏത് പാത്രത്തിലാണെങ്കിലും ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കണം. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം മുഴുവൻ മാവും ഇളകി കിട്ടും പെട്ടെന്ന് തന്നെ. മറ്റു പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ഇളകി വരുത്തതുമില്ല. അതുമല്ല കുറച്ച് മാവ് അടിയിൽ പറ്റി പിടിച്ചിരിക്കുകയും ചെയ്യും. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ മാവ് വെന്ത ഉടനെ തന്നെ പാനിൽ നിന്നും വിട്ടുവരും. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മാവ് നല്ലോണം കരിഞ്ഞു പോവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ മാവ് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ പാനിൽ നിന്നും വിട്ടുവരും. മാവ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്നും മാവ് ഓരോ കഷ്ണങ്ങളാക്കി മാറ്റണം. ഞാനിപ്പോൾ ഈ മാവ് പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് പകുതി ചൂടിൽ തന്നെ കഷ്ണങ്ങളാക്കി മാറ്റുന്നുണ്ട്. ഇനി ഇത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചാൽ അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാനും എളുപ്പമായിരിക്കും. ഇനി മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണം മാവ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ മാവ് ആദ്യമേ ഇട്ട് കൊടുത്താൽ ജാറിൽ പറ്റി പിടിച്ചിരിക്കും. പിന്നെ അരയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബ്ലേഡിന് മുകളിൽ വരെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് മാവ് ഓരോ പീസുകളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മാവ് ചൂടാറിയതിന് ശേഷം വേണം മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് അരച്ചു വെച്ചിരുന്ന മാവിൽ നിന്നും 1 കപ്പ് മാവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ 2 മാവും കൂടെ നല്ലോണം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് നല്ലോണം അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത മാവിനെ ഈ മാവിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ആവാതെ തന്നെ ഈ ഒരു കട്ടിക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മാവ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ഒഴിക്കാനൊന്നും നിൽക്കണ്ട. ജാറിൽ നിന്നും മാവ് കൈകൊണ്ട് വടിച്ചിട്ട് കൊടുത്താൽ മതി. മാവ് ഇതുപോലെ ടൈറ്റായി തന്നെ ഇരിക്കണം. ഇത് വെള്ളം കൂടിക്കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടത്തില്ല. ഞാനിപ്പോൾ ഈ മാവിനെ തലേ ദിവസം രാത്രിയാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി സാധാരണ പോലെ തന്നെ പിറ്റേ ദിവസത്തേക്ക് ഈ മാവ് ഒന്ന് തുറന്ന് നോക്കാം. നമ്മൾ ഉഴുന്നിട്ട് അരയ്ക്കുമ്പോഴത്തേക്ക് മാവ് നല്ലോണം പൊങ്ങി മുകളിലേക്കായിട്ടിരിക്കും. ഉഴുന്നില്ലാതെ ഈ ഒരു രീതിയിൽ മാവ് അരച്ചെടുക്കുമ്പോൾ ദാ ഇതുപോലെ കട്ടയ്ക്കായിരിക്കും പതയിരിക്കുന്നത്. ഇതേ മാവിൽ തന്നെ ദോശയ്ക്ക് മാത്രമല്ല അപ്പത്തിനും ഇഡ്ഡലിക്കും ഒക്കെ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ദോശയ്ക്കായാലും അപ്പത്തിനായാലും ഇഡ്ഡലിക്കായാലും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റേതായ രീതിയിൽ സെറ്റാക്കിയതിന് ശേഷം ഓരോന്നും തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ നിന്നും ദോശയാണ് ചുട്ടെടുക്കുന്നത്. ഈ മാവിനെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി നോക്കിയതിന് ശേഷം വെള്ളം ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല കറക്റ്റ് ഒരു പരുവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ എടുത്തുകൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, വെറും ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് കലക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ മാവ് ഒഴിച്ചു കൊടുത്തുകൊണ്ട് നടുക്കൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മൾ സാധാരണ ഉഴുന്നിട്ട് വേവിക്കുന്ന അതേ ദോശ പോലെ തന്നെ നല്ലോണം ഹോളൊക്കെ വീണ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ മാവും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഉഴുന്നില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലത്തെ നല്ലൊരു ദോശ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.